ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് NIOS സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് പോയിന്റ്, ലൈൻ ആൻഡ് ആംഗിൾസ് എന്നാണ്. അതായത് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോയിന്റ്, ലൈൻ ആൻഡ് ആംഗിൾസ് എന്നുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, എന്താണ് ഒരു പോയിന്റ് എന്നുള്ളത്? അതായത് മലയാളത്തിൽ ഒരു ബിന്ദു എന്ന് പറയുന്നത് ഒരു ഡോട്ട് ഇടുന്ന അല്ലെങ്കിൽ ഒരു ലൊക്കേഷനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് മാത്സിലെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റുകളിൽ നിന്നും എങ്ങനെയാണ് ലൈൻസ് ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ 2 ലൈൻസ് ഉണ്ടെങ്കിൽ എത്ര ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആംഗിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ആദ്യം ഒരു പോയിന്റ് എന്താണ്, അതിലൂടെ എങ്ങനെ ലൈൻസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞത്? പോയിന്റ് എന്നുള്ളത് നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്ന ഒരു ബിന്ദുവിനെയാണ് നമ്മൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലൊക്കേഷനെ സൂചിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ സാധാരണ ഗ്രാഫൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പോയിന്റ്, ഓരോ പോയിന്റും ഒരു നിശ്ചിത ലൊക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൂടി രേഖപ്പെടുത്തുന്നു. ഈ പോയിന്റിൽ 2 പോയിന്റിൽ കൂടി എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനാവുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൂടി അടയാളപ്പെടുത്തുന്നു, ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. എനിക്ക് ഇതിൽ നിന്നും എന്ത് ചെയ്യാം? ഒരു പോയിന്റിനെ എനിക്കതിനെ മാറ്റാനായിട്ട് സാധിക്കും. അതായത് ഞാനിതാ കൃത്യമായിട്ട് നൽകുകയാണെങ്കിൽ ഈ 2 പോയിന്റിനെ അടയാളപ്പെടുത്തി എനിക്കൊരു ലൈന് വരക്കാം. ഓക്കെ, ഇനി നോക്കൂ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് വരച്ചു, ഇവിടെ ഒരു പോയിന്റ് വരച്ചു. ആ 2 പോയിന്റിനെയും കൂടി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ 2ലെയും കടന്നു പോകുന്ന ഒരു ലൈന് വരക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ലൈൻസ് രൂപപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് ഒരുപാട് ഡോട്ട് ഇടുന്നു അല്ലെങ്കിൽ ഒരുപാട് പോയിന്റുകൾ നമ്മൾ നേർരേഖയിൽ ഇടുന്നു. അതിനെല്ലാം കൂട്ടിച്ചേർത്താലാണ് നമുക്ക് ഒരു ലൈന് കിട്ടുന്നത്. ഈ പറയുന്ന ഡോട്ടുകൾ എല്ലാം അല്ലെങ്കിൽ ഈ പോയിന്റുകളെല്ലാം കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരു ലൈന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ ലൈനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് പോയിന്റുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഞാൻ ഒരു പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റിലൂടെ എനിക്ക് എത്ര ലൈൻ വരയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. എനിക്കിതാ ഇങ്ങനെ ഒരു ലൈന് വരക്കാം, അല്ല എങ്കിൽ ഇങ്ങനെയും ഒരു ലൈന് വരക്കാം. ഇനി കുറെ കൂടി ഇങ്ങോട്ടാക്കിക്കൊണ്ട് ഇതിലൂടെ ഒരു ലൈന് കൂടി വരക്കാം. ഇനി ഇതിൽ നിന്നും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും ഒരു ലൈന് വരക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റിലൂടെയാണ് ഒരുപാട് ലൈൻസ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു പോയിന്റിലൂടെ എത്ര ലൈൻസ് കടന്നു പോകും എന്ന് നോക്കുമ്പോൾ ഒരൊറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ നോർമലി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റിലൂടെ ഒരുപാട് ലൈൻസ് വരക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അത് എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ അതിന് നിശ്ചിത എണ്ണമില്ല എന്നാണ്. We can draw indefinite number of lines through a single point എന്നുള്ളത്. അതായത് ഒരു നിശ്ചിത പോയിന്റിലൂടെ നമുക്ക് അനവധി ലൈൻസ് വരക്കാനായിട്ട് സാധിക്കും. അതിന് നിശ്ചിത എണ്ണമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് വരക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഇടുന്നു, അതുപോലെ തന്നെ ഞാനിതാ ഇവിടെയും ഒരു പോയിന്റ് ഇടുന്നു. ഈ 2 പോയിന്റുകളിലൂടെയും എനിക്ക് എന്ത് ചെയ്യാം? ഒരു ലൈന് വരക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലൈനും ഈ 2 പോയിന്റിലൂടെ എനിക്ക് എത്ര ലൈന് വരക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. എത്ര ലൈൻസ് ആണ് എനിക്ക് നേർരേഖയിലുള്ള 2 ലൈൻസ് വരക്കാൻ കഴിയുക? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എത്രയായാലും 2 പോയിന്റുകൾ തന്നാൽ അതിലൂടെ 2ലെയും കടന്നു പോകുന്ന ഒരു ലൈൻ മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ.
ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് നൽകുന്നതെങ്കിൽ അതിലൂടെ ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരക്കാം. പക്ഷെ 2 പോയിന്റുകൾ തന്നാൽ അതിലൂടെ ഒരു ലൈൻ മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു കേസ് എടുക്കാം. നമുക്ക് ഒരു ലൈന് വരച്ചു. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഒരു ലൈൻ വരച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ലൈന് കൂടി വരക്കുന്നു. ഈ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ലൈന് കൂടി വരക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത 2 ലൈൻസ്, 2 റേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2 റേസ് വരയ്ക്കുമ്പോൾ ഇവക്കിടയിൽ ഒരു ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട് അല്ലേ? ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്റ്റൻസിൻ്റെ ഇതിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിൾ സാധാരണയായി നമ്മൾ ഡിഗ്രീസിലാണ് മെഷർ ചെയ്യുന്നത്. ഇത്ര ഡിഗ്രി എന്ന് പറയുന്നത് നോർമലി നമ്മൾ 30 ഡിഗ്രി എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, 30 ഡിഗ്രി എന്നുള്ള രീതിയിലായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ലൈൻ ഞാൻ ഇങ്ങനെ വരക്കുന്നു. ഈ ലൈനിൻ്റെ ഇത് രണ്ടിൻ്റെയും, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊരു പോയിന്റ് ആക്കി എടുക്കുന്നു. ആ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു, ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ഈ 2 ലൈനും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആംഗിൾ അത് എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്നാണ് ചോദ്യം. ഇങ്ങനെ വ്യത്യസ്തമായ ആംഗിളുകൾ കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ആംഗിൾ, ഏതൊക്കെ രീതിയിലുള്ള ആംഗിളുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.